ബിസിനസ് ടിപ്പ് സീരീസിൻ്റെ 5ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരൻ അവലംബിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് 7 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ഫോർ എ ബിസിനസ് ഓണർ. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി. ഒരു ബിസിനസ്സുകാരൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 7 സ്കിൽസുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ പ്രോസസ്സ് വരുന്നത് ഹയറിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത്തരം ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്ത രീതികൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെ എണ്ണങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഇഷ്ടം പോണം ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആണ്, കിട്ടാനുണ്ട്. പക്ഷേ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ക്വാളിറ്റി പെർഫോം ചെയ്യാൻ ഇയാൾക്ക് കഴിയുമോ എന്നുള്ള രീതിയിൽ അത് പരിശോധിക്കുകയും അത്തരം ആളുകളെ വ്യത്യസ്ത സ്ക്രൂട്ടിനിങ്ങിലൂടെയും മറ്റും പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് അവരെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത്തരം ആളുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളെ ഫസ്റ്റിലെ പ്രോസസ്സായ ഹയറിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അവർ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്റിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത്. അതിന് പകരം വെറും സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ നിയോഗിച്ചാൽ അത് നിങ്ങളുടെ ഉദ്ദേശത്തിന് ഗുണം ചെയ്യുകയില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഗുണം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹയറിംഗ്. നിങ്ങളുടെ സ്റ്റാഫുകളെ നിയമിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ നിയമിക്കാൻ എന്നുള്ളതാണ്. രണ്ടാമത്തത് മെന്ററിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു സ്റ്റാഫിനെ തിരഞ്ഞെടുത്ത് നിയമനം നടത്തിയാൽ മാത്രം പോരാ, ആ സ്റ്റാഫിൻ്റെ കാപ്പബിലിറ്റിയും അതുപോലെ തന്നെ അവൻ്റെ സ്കിൽസുകളും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെന്ററിങ്ങും ട്രെയിനിങ്ങും അവന് തുരുതുര കൊടുത്തുകൊണ്ടിരിക്കണം. ആവശ്യമാകുന്ന സമയങ്ങളിൽ അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും നിങ്ങൾ ഒരു സ്ഥാപന മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ആവശ്യമായുള്ള സ്കില്ലുകൾ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സിസ്റ്റത്തിനും സാധിക്കണം. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഒരു മെന്ററാണ് എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം അവർക്കുണ്ടായെങ്കിൽ മാത്രമേ അവർ നിങ്ങളോടൊപ്പം നിൽക്കുകയുള്ളൂ, അവർ നിങ്ങളുടെ സ്ഥാപനത്തിന് ഗുണകരമായി ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അവർക്ക് മെന്ററിങ് നൽകുകയും അവരുടെ ഒരു മെന്ററായി മാറാൻ നിങ്ങൾക്ക് കഴിയുകയും വേണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമാകും. മൂന്നാമത്തേത് ലേണിംഗ് ആണ്. പലപ്പോഴും വിചാരിക്കും പല ആളുകളും, നമ്മൾ ഇതുവരെ പല കാര്യങ്ങളും പഠിച്ചു, ഇനിയും എന്താ ലേണിങ്ങിനെ കുറിച്ച് പഠനത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഏത് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, അത് പ്രൊഡക്ഷൻ മേഖലയിലാകാം, അല്ലെങ്കിൽ സപ്ലൈയിലാകാം, അല്ലെങ്കിൽ റീറ്റെയിൽ മേഖലയിലാകാം, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ആകാം, ഏത് മേഖലയിലാണ് എങ്കിൽ പോലും ആ മേഖലയിലെ നോളജ് ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഓരോ മേഖലയിലും ദിനം പ്രതി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള മേഖലയിൽ നമ്മൾക്ക് ഓരോ ദിവസവും നോളജ് അക്വയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ മേഖലയിൽ നമ്മൾ നിന്നെടുത്ത് നിൽക്കുകയോ അതല്ലെങ്കിൽ പിന്നോക്കം പോക്കുകയോ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മേഖലയിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ നിങ്ങൾ അറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയുകയുള്ളൂ. നാലാമത്തേത് ഷെഡ്യൂൾ യുവർ എവരിഡേ പ്രോഗ്രാംസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഏതൊരു സ്ഥാപനം നടത്തുന്ന ആളാണ് എങ്കിലും ആ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയെക്കുറിച്ച് നിങ്ങളിത് ഷെഡ്യൂൾ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്യുകയും, ഷെഡ്യൂൾ ചെയ്താൽ മാത്രം പോരാ, അവിടെ നിങ്ങളെ പെന്നും പേപ്പറും ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, പകരം അത് നിങ്ങളൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതി വെക്കണം.
എങ്കിൽ മാത്രമേ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നും പിന്നീട് എന്ത് ചെയ്യണമെന്നും അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അത് ഓരോ ബിസിനസ് ഓണർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അഞ്ചാമത്തേത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ വിശാലമായ ഒരു ലോകമാണ്. വളരെ ദീർഘിപ്പിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എന്നാലും വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഞാൻ സൂചന നൽകാം. ഓരോ സ്ഥാപനം, അതിലുപരി ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ടൈം മാനേജ്മെൻ്റ് ഇല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെടും. കാരണം ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ വീതിച്ച് നൽകിയിട്ടുള്ള ഒരു സാധനം അത് സമയം മാത്രമാണ്. അത് പ്രധാനമന്ത്രിക്കായാലും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനായാലും എനിക്കും നിങ്ങൾക്കും ഒക്കെയാണെങ്കിലും ഒരുപോലെയാണ് ദൈവം അത് വീതിച്ച് നൽകിയിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, നീ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള സമയം എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുവോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വിജയം. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മാത്രം എങ്ങനെ ഇത് വിനിയോഗിക്കണം, എങ്ങനെ ഇത് പ്രയോഗിക്കണം എന്ന് മാത്രം ടൈം മാനേജ്മെന്റ് കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ടൈം മാനേജ്മെന്റിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈം ബഡ്ജറ്റിംഗ് ആണ്. അതിൽ ഒന്നാമത്തേത് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ് ആയിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഡു ഇറ്റ് എന്നാണ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇമ്പോർട്ടൻ്റ് ബട്ട് നോട്ട് അർജന്റ്, അത് ഡേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് മാറ്റിവെക്കുക, മറ്റൊരു സമയത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഡെലിഗേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്റ്റാഫുകളെ, അതിന് പറ്റിയ ആളുകളെ നിങ്ങളതിന് ഉത്തരവാദിത്തപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നാലാമത്തേത് നോട്ട് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോട്ട് അർജന്റ് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ദിവസത്തേതും ഓരോ വീക്കിൽ ഉള്ളതും കാര്യങ്ങൾ നിങ്ങൾ ടൈം ബഡ്ജറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങളുടെ സ്ഥാപനത്തിന് വിജയിക്കാം. ആറാമത്തേത് മോണിറ്റർ ആൻഡ് റെക്ടിഫൈ ദ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈഡ് എന്നാണ്. നിങ്ങൾ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ, കണ്ടെത്തണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമല്ലോ, അത് മോണിറ്റർ ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾക്ക് ആദ്യം മോണിറ്റർ ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ വലിയൊരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നിങ്ങൾ ആളുകൾ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ടാവും. മാനേജർമാരുണ്ടാകും, അതല്ലെങ്കിൽ സൂപ്പർവൈസർമാരുണ്ടാകും. അത്തരം ആളുകളോട് നിങ്ങൾക്ക് റിപ്പോർട്ട് കൃത്യമായിട്ടും അവർ റിപ്പോർട്ട് നിങ്ങൾക്ക് തരേണ്ടതാണ്. ആ റിപ്പോർട്ട് വെച്ച് നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യാവുന്നതാണ്. അതിലുപരി നിങ്ങൾ കുറച്ചും കൂടി ചെറിയ സ്ഥാപനമാണ് എങ്കിൽ ഓരോ സ്റ്റാഫുകളും നിങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കും. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടും നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യാവുന്നതാണ്. അതിലുപരി ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോ വീക്കിൻ്റെയും സ്റ്റാർട്ടിംഗ് ഡേയിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വലിയ വലിയ സ്ഥാപനങ്ങളാണ് എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇരുത്തിയിട്ടുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയും, ചെറിയ സ്ഥാപനമാണ് എങ്കിൽ എല്ലാ സ്റ്റാഫുകളെയും കൂട്ടി മീറ്റിംഗ് വിളിക്കുകയും കഴിഞ്ഞ ആഴ്ചയിലെ കാര്യങ്ങൾ വിലയിരുത്തുകയും അവിടെ വന്നിട്ടുള്ള ഗുണങ്ങളും പോരായ്മകളും വിലയിരുത്തുകയും, പോരായ്മകൾ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് അടുത്ത വീക്കിലേക്ക് പോകുമ്പോൾ, അടുത്ത ആഴ്ച തുടക്കം കുറിക്കുമ്പോൾ ആ പോരായ്മകൾ നികത്തി പോകാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട്, അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട്, അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തുകയും ആ പോരായ്മകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ആ പോരായ്മകൾ പരിഹരിക്കപ്പെട്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വിജയത്തിലേക്കാണ്. അതല്ല, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച ആ പോരായ്മകൾ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള ആ വീഴ്ചകൾ തന്നെ ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ചയിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം ഏത് രീതിയിലാണോ പോയത്, ഒന്നുകിൽ ആ രീതിയിൽ, അതല്ലെങ്കിൽ അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എല്ലാ പോരായ്മകളും ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ആ പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്താൽ
ഓരോ ദിവസവും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇംപ്രൂവ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ രീതിയിലുള്ള ഒരു മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ഒരു റെക്ടിഫിക്കേഷനും നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ സ്ഥാപനം ദിനം പ്രതി ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏഴാമത്തേതും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും അതിലുപരി ഒരു സ്ഥാപനത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമുമാണ് സെല്ലിംഗ് അഥവാ വിൽപ്പന. വിൽപ്പനയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ സാധാരണഗതിയിൽ പല ബിസിനസ്സുകാർക്കും പല ഓണേഴ്സിനും എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ വിൽപ്പന അതല്ലെങ്കിൽ സെല്ലിംഗ് നടപ്പിലാക്കുക എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്ന് കയറുമ്പോഴും അവിടുത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ലോകമാണ്. അതിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു മേഖലയാണ്. അതെല്ലാം കൂടി ഈ വീഡിയോയിലൂടെ പറയാൻ നമ്മൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഏതൊരു സ്ഥാപനത്തിൻ്റെയും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് വിൽപ്പനയാണ്, സെല്ലിംഗ് ആണ്. അതുകൊണ്ട് അതിനാവശ്യമായ ടെക്നിക്സുകളും മെത്തേഡ്സുകളും ആവിഷ്കരിച്ചുകൊണ്ട് അതിനാവശ്യമായ ട്രെയിനിങ്ങുകളും മറ്റും നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെല്ലിംഗ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഇതിന് വേണ്ട പ്രത്യേകം ടെക്നിക്സുകളും മെത്തേഡ്സുകളും ഉണ്ട്. കസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെ സെയിൽസ് ടെക്നിക്സ്, സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ്, ഇതുപോലെയുള്ള ടെക്നിക്സുകളും സെല്ലിംഗ് മെത്തേഡുകളും ടെക്നിക്സുകളും എല്ലാമാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല നല്ല വീഡിയോകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.